എല്ലാ കൂട്ടുകാർക്കും മിസ്റ്റർ പ്രിൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഇപ്പോൾ നമ്മുടെ വൺ പീസ് കമ്മ്യൂണിറ്റിയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഈ ഡോമി റിവേഴ്സ് എന്ന് പറയുന്ന എബിലിറ്റി. അപ്പോൾ നമ്മുടെ ഇമു ഇപ്പോൾ എൽബാഫിലുണ്ട്. അപ്പോൾ എൽബാഫിൽ ഒരു പക്ഷേ നമ്മുടെ ഇമു സമ്മ ഏതെങ്കിലും സ്ട്രോ ഹാറ്റ്സിനെ നമ്മുടെ ഡോമി റിവേഴ്സ് ഉപയോഗിച്ച് തൻ്റെ സൈഡിലേക്ക് മാറ്റിയേക്കാം. അപ്പോൾ അത് ആരായിരിക്കും, ഇനിയിപ്പോൾ അതിൽ നിന്ന് എങ്ങനെയായിരിക്കും രക്ഷപ്പെടാൻ പോകുന്നത്, ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതറിയാൻ താല്പര്യമുള്ളവർ വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ നമ്മുടെ ചാനലിൽ നിന്ന് വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പോകാറുണ്ട്. അപ്പോൾ ഇനി വീഡിയോ കാണുമ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് കാണിച്ചിട്ട് അവർ 2-3 പേര് മാത്രമാണ് ചാനലിൽ നിന്ന് വീഡിയോ കാണിച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറുള്ളത്. അപ്പോൾ വീഡിയോ കാണുമ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ 6K അടിക്കാൻ പറ്റുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ അതിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ഞാനധികം പറഞ്ഞു ഉറപ്പിക്കുന്നില്ല, നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ ഇമുസമ്മ ഈ എബിലിറ്റി യൂസ് ചെയ്യുന്നത് കാണുന്നത് നമ്മുടെ എൽബാഫിൽ വെച്ചിട്ട് നമ്മുടെ ഡോറീനെയും ബ്രോഗീനെയും എതിരെയാണ്. അവർ രണ്ടുപേരെ ഡീമണിലേക്ക് ട്രാൻസ്ഫോം ചെയ്തതിന് ശേഷം മറ്റുള്ള ജയൻസിനെയും ഇമുസമ്മ ഡീമൺസിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ വിചാരിച്ചിരുന്നത് ഇത് അത്ര വലിയ വിൽ പവർ ഇല്ലാത്ത ആൾക്കാർക്കെതിരെ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ, ഇങ്ങനെ ഇരിക്കും എന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. എന്നാൽ നമ്മുടെ ഗോഡ് വാലി ഇൻസിഡൻറ്റിൻ്റെ ഫ്ലാഷ് ബാക്ക് കാണിച്ചപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, ഇത് എല്ലാവരുടെ ദേഹത്തും ഉപയോഗിക്കാൻ പറ്റുമെന്ന്. കാരണം ഗോഡ് വാലിയിൽ വെച്ച് നമ്മുടെ ഇമുസമ്മ വൺ പീസിലെ തന്നെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വിൽ പവർ ഉള്ളതായിട്ട് നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ റോക്സ് ഡി സെബക്ക്. അതും പോരാഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ ഡിയു ഉണ്ട്. എന്നിട്ട് പോലും നമ്മുടെ ഇമുസമ്മ നമ്മുടെ റോക്സിനെ ഡോമി റിവേഴ്സി ഉപയോഗിച്ച് തൻ്റെ സൈഡിലേക്ക് മാറ്റുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അത്രയും പവർഫുൾ ആയിട്ടുള്ള റോക്സിനെ നമ്മുടെ ഇമുസമ്മക്ക് തൻ്റെ സൈഡിലേക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഇമുസമ്മ നമ്മുടെ സ്ട്രോ ഹാറ്റ്സിനെയും തൻ്റെ സൈഡിലേക്ക് കൊണ്ടുവരുന്നതായിരിക്കും. പക്ഷേങ്കിൽ നമ്മുടെ ഇമുസമ്മ ആരെയായിരിക്കും ചൂസ് ചെയ്യുക? നമുക്കറിയാം നമ്മുടെ സ്ട്രോ ഹെഡ്സിൽ പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഒരുപാട് പേരുണ്ട്, അതുപോലെ തന്നെ വീക്ക് ആയിട്ടുള്ളവരും ഉണ്ട്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മുടെ ഇമുസമ്മ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ആ ക്യാരക്ടേഴ്സിനെ യൂസ് ചെയ്യാനാണ് ചാൻസ് കൂടുതൽ. ഒരു പക്ഷേ നമ്മുടെ സോറോ അല്ലെങ്കിൽ നമ്മുടെ സാഞ്ചി, നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ സോറോയോ സാഞ്ചിയോ ആരെങ്കിലും ഒരുത്തരും നമ്മുടെ ഇമുസമ്മയുടെ ഡോമി റിവേഴ്സി കാരണം ഒരു ഡീമണായി മാറുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞേക്കും. ഇതിന് ചാൻസ് കൂടുതലുള്ളത് നമ്മുടെ സോറോനാണ്. ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് നമ്മുടെ ഗബാൻ നമ്മുടെ സോറോനോട് പറയുന്നത് തൻ്റെ ഹാക്കി മാസ്റ്റർ ചെയ്ത് തൻ്റെ ക്യാപ്റ്റനെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഒരു ലെവലിലേക്ക് നീ മാറണമെന്ന് നമ്മുടെ ഗബാൻ സോറോനോട് പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം നമ്മുടെ സോറോ വളരെ സീരിയസ് ആക്കി എടുത്തിട്ടുണ്ടാവും. നമുക്കറിയാം സോറോ ഓൾറെഡി ഒരു സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മുടെ സോറോൻ്റെ ദേഹത്തേക്ക് ഈ ഡോമി റിവേഴ്സി കൂടെ യൂസ് ചെയ്താൽ നമ്മുടെ സോറോ അതിൽ നിന്ന് രക്ഷപ്പെട്ടതിന് ശേഷം നമ്മുടെ സോറോന് സംഭവങ്ങളൊക്കെ മനസ്സിലാവും, താൻ ഇപ്പോഴും സ്ട്രോങ് അല്ല, തൻ്റെ ക്യാപ്റ്റനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ മാത്രമെന്ന്. അപ്പോൾ നമ്മുടെ സോറോന് അതുവഴി നല്ല രീതിക്കുള്ളൊരു പവറപ്പ് കിട്ടാൻ ചാൻസ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ തൻ്റെ ക്യാപ്റ്റനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നമ്മുടെ സോറോ ഇനി ഒരിക്കലും ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ വളരെയധികം ട്രെയിനിങ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ സാഞ്ചിക്ക് നല്ല രീതിയിലൊരു പവറപ്പ് വേണം. ഒരു പക്ഷേ നമ്മുടെ സോറോ ഡീമണിലേക്ക് ട്രാൻസ്ഫർ ആയതിനു ശേഷം നമ്മുടെ സാഞ്ചി ആയിരിക്കും നമ്മുടെ സോറോനെ മറ്റുള്ള ക്രൂമേറ്റ്സിനെ അതുപോലെ തന്നെ തൻ്റെ ഫ്രണ്ട്സിനെ ആക്രമിക്കുന്നതിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സാഞ്ചി ഡീമണിലേക്ക് മാറാനുള്ള ചാൻസ് കുറവാണ്. അതുമാത്രമല്ല നമ്മളിവിടെ കണ്ടിട്ടുണ്ട് സാഞ്ചിക്ക് ഇപ്പോൾ സീരിയസ് ആയിട്ടുള്ളൊരു ഫൈറ്റ് നമ്മുടെ വാനോ ആർക്കിന് ശേഷം ഒന്നും തന്നെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ നമ്മുടെ സോറോ വേഴ്സസ് സാഞ്ചി നമുക്ക് കാണാൻ കഴിഞ്ഞേക്കും. ഒരു പക്ഷേ ഈ ഫൈറ്റിനിടയ്ക്ക് നമ്മുടെ സാഞ്ചി തൻ്റെ കോങ്കറർ ഹാക്കി യൂസ് ചെയ്യുന്നതും നമുക്ക് കാണാൻ കഴിയും. ഇനിയിപ്പോൾ നമ്മുടെ സോറോനെ എങ്ങനെയായിരിക്കും ഫ്രീ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ അത് നമ്മുടെ ലൂഫി തന്നെയായിരിക്കും. നമുക്കറിയാം നമ്മുടെ റോക്സും ഹെറൽഡൊന്നും ഡീമണായി മാറിയ സമയത്ത് നമ്മുടെ ജോയ് ബോയ് അവിടെ ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് അവരെ ഒന്നും ഫ്രീ ചെയ്യാൻ പറ്റാതെ ആയിപ്പോയത്. എന്നാൽ ഇപ്പം നമ്മുടെ ജോയ് ബോയ് ഇപ്പോൾ ഇവിടെ ഉണ്ട്. നമുക്കറിയാം ജോയ് ബോയുടെ മെയിൻ പവർ തന്നെ ഫ്രീഡാണ്. അപ്പോൾ നമ്മുടെ ഇമുസമ്മയുടെ കൺട്രോളിലുള്ള സോറോനും മറ്റുള്ള ആൾക്കാർക്കും ഒരു പക്ഷേ നമ്മുടെ ലൂഫി തന്നെയായിരിക്കും ഫ്രീഡം നേടിക്കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു തിയറിയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു ഡേ കാണുന്നവരെ ബൈ ബൈ.